അള്ളാ എന്ന് പറയുന്ന പദത്തിന് അറബിയിൽ രണ്ട് വ്യത്യസ്ത രീതിയിലാണ് അർത്ഥം വരുന്നത്. ഒന്ന്, നമസ്കാരം ഗൈസ്, ഇപ്പം കാണാനിടയായ വീഡിയോ ആണിത്. ഇത് നമ്മുടെ ഒരു മദ്രസ സഹോദരൻ വീണ്ടും ഒരു വലിയ ആനമണ്ടത്തരവുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞ് എനിക്ക് മതിയായി. കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ പറഞ്ഞ് ചവച്ച് തുപ്പിയ കാര്യങ്ങളാണ് ഈ ചെറുക്കനെടുത്തുകൊണ്ട് വന്നിട്ട് മണഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പയ്യൻ എങ്ങാനും ഇത് കാണാനിടയായാൽ എനിക്ക് പറയാനുള്ളത്, സഹോദര ഈ പരിപാടി നിർത്തുക, ഇപ്പം നിർത്താൻ സമയമായി. ഇതൊരു വലിയ ആന കാര്യമൊന്നുമല്ല താനിവിടെ പറയുന്നത്. പിന്നെ താനിവിടെ പറയുന്നത് കൊണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം എന്നുള്ള ഒരു ഗുണം ഇതിനകത്തുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആൾക്കാർ ചിരിക്കും, വല്ല പൊട്ടൻ കാക്കാമാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി പറയുകയാണ്. ഈ അള്ളാഹുവിൻ്റെ സംഭവം, അള്ളാഹു എന്ന് പറയുന്ന വാക്ക്, ആ നാമം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്, അത് അല്ലാത്ത, അൽ മനാത്ത, അൽ ഉസ എന്നീ 3 അറേബ്യൻ പേഗൻ ദൈവങ്ങളുടെ ഒരു പേഗൻ തന്തപ്പടിയാണ് ഈ അള്ളാഹു എന്ന് പറയുന്ന സംഭവം. അതിന് മുസ്ലിങ്ങൾ പറയുന്നത് ദൈവം എന്നുള്ളതിൻ്റെ അറബി വാക്കാണ്. അതിന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളുടെ ബൈബിളിലും ദൈവത്തിന് അള്ളാഹു എന്നാണ് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ അല്ല. അത് ഖുറാനിൽ തന്നെ ആൾക്കാർ തെളിയിച്ചതാണ്. പണ്ടൊക്കെ ആൾക്കാർ തെളിയിച്ച കാര്യങ്ങളാണ്. ഈ അല്ലാത്ത്, അൽ മനാത്ത്, അൽ ഉസ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരവരായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വൈറ്റാലിറ്റിയുടെ, പ്രോസ്പെറിറ്റിയുടെ, അതിൻ്റെ ദേവതകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദേവതകളും ദേവീദേവ സങ്കല്പങ്ങൾ പുരാതന അറേബ്യയിൽ ഉണ്ടായിരുന്നു. പല പല ഗോത്രങ്ങളുടെ അനുസരിച്ച് ഓരോ ഗോത്രങ്ങൾക്ക് ഓരോരോ ദൈവസങ്കല്പം ഉണ്ടായിരുന്നു. ഹുബാൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ ഗോത്രം, മുഹമ്മദിൻ്റെ ഗോത്രമായ ഖുറേഷി ഗോത്രത്തിലെ ഒരു ദേവനാണ്. അതായത് ഇപ്പോൾ നാട്ടിൽ നമ്മൾ പറഞ്ഞാൽ ചക്കുളത്ത് കാവിലമ്മ, തൃക്കാക്കര അമ്മ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള സംഭവമാണ്. ആ നാട്ടിലൊരു സംഭവം, ആ നാട്ടിൽ ഇവർ കൊണ്ടു നടക്കുന്ന ഒരു തിണ്ണമെടുക്ക് ദൈവം, അതാണ് ഈ അള്ളാഹു എന്ന് പറഞ്ഞത്. അള്ളാഹുവിന് 3 ചെറിയ കുട്ടി ദേവതകളും ഉണ്ട്. അതാണ് ഈ ലാത്ത മനാത്ത ഉസ, അല്ലാത്ത അൽ മനാത്ത അൽ ഉസ എന്ന് പറയുന്നത്. പിന്നെ ഇയാൾ ഇത് ഓടി നടന്ന് എൻ്റെ ഗോത്രത്തിലെ ഈ അള്ളാഹു ആണ് ഏകദൈവം, മറ്റ് ദൈവങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ദൈവമാണെന്നും പറഞ്ഞിട്ട് അന്യഗോത്രങ്ങളൊക്കെ ഏറി ആക്രമിച്ച് അവരെ അള്ളാഹുവിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ച് അടിമക്കച്ചവടത്തിന് വേണ്ടി, എന്നിട്ട് അവിടെയും പരത്തി. അങ്ങനെ അറേബ്യ മൊത്തം പിൽക്കാലത്ത് ഇസ്ലാം പരന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ലാംഗ്വേജ് തന്നെ, ആ ഭാഷ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് അള്ളാഹു എന്ന് പറഞ്ഞ പദം അത് ദൈവത്തിന് സമാനമായിട്ടുള്ള ഒരു പദമാക്കി മാറ്റി. പിന്നെ ബൈബിള് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അറബികൾ യൂസ് ചെയ്യുന്ന ആ വാക്ക് തന്നെ അതിനകത്ത് എഴുതും, അള്ളാഹു എന്ന് പറഞ്ഞാൽ. അതായത് അതിൻ്റെ അർത്ഥം, അള്ളാഹു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഏകദൈവം എന്നൊന്നുമല്ല. അത് ഇയാളുടെ ദൈവമാണ്, ദേവസങ്കല്പമാണ് മുഹമ്മദിൻ്റെ. അതിനെയാണ് ഈ മുഹമ്മദ് ഈ അള്ളാഹു എന്നും പറഞ്ഞ് തള്ളി ഇതാക്കിയത്. പിന്നെ ഈ ചെക്കനോട് പറയാനുള്ളൊരു കാര്യം, ഈ ചെക്കൻ എന്ത് പറഞ്ഞാലും പറയും ജമിനിയോട് ചോദിക്കാം, ഗജിനിയോട് ചോദിക്കാം എന്നൊക്കെ പറയുന്നത് പറഞ്ഞു. ഇത് ജമീൻ ഗജിനിയൊന്നും വേണ്ട, ഇത് നിൻ്റെയൊക്കെ ബുക്കുണ്ടല്ല ഖുറാൻ, അതല്ലേ ഏറ്റവും വലിയ സത്യം. ഭയങ്കര സത്യമുള്ള വിശുദ്ധ ഖുറാനല്ലേ, വിശുദ്ധ ഖുറാനൊന്നും എടുത്ത് വായിച്ച് നോക്കിയാൽ മതി, അതിനകത്തുള്ളതാണ്. ഇത് പല ആൾക്കാരും ഇത് തെളിയിച്ച് കാണിച്ചിട്ടുള്ളതാണ് അതിനകത്തുള്ള വാക്കുകൾ. അള്ളാഹുവിന് മാത്രം 3 പെമ്മക്കളെ കൊടുത്തത് അനീതി അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അതിനകത്തുണ്ട്. ഇതൊന്നും ഈ ചക്കൻ കണ്ടിട്ടില്ല എന്നറിയാൻ വേണ്ടി പാടില്ല. പിന്നെ ഈ ചക്കൻ വിമർശിക്കുന്ന വ്യക്തി അതൊരു ക്രിസ്ത്യൻ പാസ്റ്ററാണ്, ഒരു ക്രിസ്ത്യൻ മതപണ്ഡിതൻ, പെന്തക്കോസ്ത പാസ്റ്റർ, ഒരു സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് പോലും ഒക്കെ അറിയാൻ പാടാത്തൊരു കാര്യമാണ് ഗസുവ ഹിന്ദെന്ന് പറഞ്ഞാൽ. അത് അറിയാമെന്നുള്ളവർക്ക് അറിയാം, പക്ഷേ വിരളമായിട്ട് ആൾക്കാർക്ക് അറിയാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പാസ്റ്ററാണ് ഇദ്ദേഹം, ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നൊക്കെ പറയുക. ഗസുവ ഹിന്ദ് എന്നുള്ളൊരു സംഭവം ഉള്ളതായിട്ട്, അതായത് പാകിസ്ഥാൻ ഇന്ത്യനെ ആക്രമിക്കണം, ഇന്ത്യനെ കീഴടക്കണം, അതിനകത്തുനിന്ന് സ്വർണവും മറ്റ് കാര്യങ്ങളൊക്കെ കൈയടക്കണം, ഇവിടുത്തെ ഹുക്കൂമത്ത്, ഇവിടുത്തെ ഇന്ത്യയുടെ ഭരണം നേടിയെടുക്കണം, അതുവഴി ഈ ദാരുൽ ഇസ്ലാം ആക്കണം. അതായത് ഇസ്ലാം ഇല്ലാത്ത നാടുകൾ അതായത് ഇസ്ലാമികമാക്കുക, ഇസ്ലാം പ്രാബല്യത്തിലില്ലാത്ത നാടുകളെ കയറി ആക്രമിച്ചത് ഇസ്ലാമികമാക്കുക എന്നൊക്കെയുള്ള സംഭവങ്ങൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, അതൊക്കെ ഖുറാനിൽ നേരത്തെ എഴുതിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഗസ്വ ഹിന്ദൊക്കെ പോപ്പുലറാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് മലയാളികളുടെ ഇടയിൽ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞിട്ടുണ്ട്. അയാളെയൊക്കെ ഒന്ന് വിമർശിക്കാനൊന്നും ഇവരൊന്നും ആയിട്ടില്ല.
നീയൊക്കെ വല്ല ലോലിപ്പപ്പ് മേടിച്ച് ഇങ്ങനെ ചപ്പിക്കൊണ്ട് നടന്നേച്ചാൽ മതി, അതിനെ കൊള്ളാവും. അല്ലെങ്കിൽ വല്ല മദ്രസയിൽ പോയിട്ട് വല്ല ഇനി ഒരു 5-6 വർഷം ഉസ്താദിൻ്റെ കൂടെ തടകിയൊക്കെ നിന്നേച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും വേറെ കുറേ വിളവൊക്കെ പഠിപ്പിച്ച് തരും. എന്തായാലും അത്രയും വിളവൊന്നും മക്കൾ പഠിച്ചിട്ടില്ല. വേറെ വിളവുമായിട്ട് ഇറങ്ങിയേക്കണത്. എന്നിട്ട് ജമിനിയോട് ചോദിക്കാം, ഗജിനിയോട് ചോദിക്കാമെന്ന്. എന്നിട്ട് ജമിനിയോട് ചോദിക്കാൻ നടക്കാൻ. അപ്പം ഇമാരുള്ള വർത്താനമൊന്നും പറയരുത്. ഏകദൈവം എന്നുള്ള വാക്കിൻ്റെ ഈക്വലൻ്റ് വേർഡൊന്നും അല്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഖുറേഷി ഗോത്രം, അതായത് മുഹമ്മദ് ജനിച്ച ഗോത്രം, ഖുറേഷി ഗോത്രത്തിൽ ഒരു ദേവസങ്കല്പം. 360-ലേറെ ദേവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന പുരാതന അറബിയിലെ ഒരു ദേവസങ്കല്പം, ഒരു പീക്കറി, എന്താ പറയുക, മാടനും മറുദേവം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് ഈ അള്ളാഹു എന്ന് പറയുന്ന സംഭവം. അതും കൊണ്ടാണ് ഇയാൾ നടന്നിട്ട് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. അത് ഖുറാനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ ദൈവമൊന്നുമല്ല. ക്രിസ്ത്യാനികൾ ഒരു അള്ളാഹുവിനെയും വിളിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു വരുമ്പോൾ പിന്നെ ഇവറ്റുകൾ പറഞ്ഞു വരുന്നുണ്ട് എബ്രഹാമിക് ഫെയ്ത്ത്, എബ്രഹാമിക് റിലീജിയനിൽ പെട്ടതാണ് ജുദായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എന്ന്. ജുദായിസവും ക്രിസ്ത്യാനിറ്റിയും അതിനകത്ത് പെട്ടതാണ്, എബ്രഹാമിക് റിലീജിയനിൽ പെട്ടതാണ്. അതിനുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസും ബ്ലഡ് ലൈനും ഒക്കെ ഉണ്ട്. ഇസ്ലാം അങ്ങനെ ഒരു സംഭവമൊന്നുമല്ല. ഇസ്ലാമിന് പുലബന്ധം പോലും ഇല്ല എബ്രഹാമിക് റിലീജിയനെ സംബന്ധിച്ച്. അതിനകത്ത് കയറി ഞങ്ങൾ ഇതിനകത്തുള്ളതാണെന്ന് പറഞ്ഞ് കയറി വന്നതാണ്. കയറി ഈ അവകാശം സ്ഥാപിക്കുവാണ്. അങ്ങനെയാണ് എല്ലായിടത്തും അവകാശം സ്ഥാപിക്കുന്നത്. ഇവന്മാർ കയറി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തള്ളി അങ്ങ് മറിക്കണതാണ്. അപ്പോൾ അമ്മമാർ തള്ളൊന്നും തള്ളരുത്. ക്രിസ്ത്യാനികളുടെ ദൈവമൊന്നുമല്ല. അപ്പോൾ ഈ 3 പിള്ളേരെ തന്തേനെയും വിളിച്ചുകൊണ്ട് വല്ലയിടത്തോട്ടും പോവുക. എന്നിട്ട് ഈ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, മുസ്ലിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടോട്ടെ. കാരണം മുസ്ലിങ്ങൾ അവരവരുടെ വയറ്റിപ്പഴപ്പിനനുസരിച്ചാണ് കാണുന്നത്. എന്നിട്ട് അതനുസരിച്ചാണ് തള്ളുന്നത്. അതെല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങൾ കാണുന്നൊന്നും ഇവിടെ പറയുന്നൊന്നും വേണ്ട. മുസ്ലിങ്ങൾ കാണുന്നതൊക്കെ മുസ്ലിമിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ബാക്കിയുള്ളവരത് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ദൈവമാക്കാൻ നിൽക്കണ്ട. ബൈബിളിൽ അള്ളാഹുവും ദൈവത്തിന് എഴുതിയെന്ന് പറഞ്ഞ് അതിങ്ങനെയാണ്. അള്ളാഹു അറബിയും അങ്ങനൊരു ഭാഷയാണ്. ഏത് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള ഭാഷയാണ്. അറബി അറിയാമെന്നുള്ളവർക്ക് അറിയാം. ഏത് രീതിയിലായാലും തിരിച്ചും മറിച്ചൊക്കെ. മറ്റേ കുഞ്ചൻ നമ്പ്യാർ യതി മാറ്റിപ്പാടി, യതി എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ്, യതി മാറ്റിപ്പാടിയപ്പോൾ അർത്ഥം മാറിയെന്ന് പറഞ്ഞാൽ ഈ അറബിയും അങ്ങനെ ഒരു സംഭവമാണ്. എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ പറ്റുക ഹുലൂ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സംഭവം മാറിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചില സംഭവങ്ങളുണ്ട്. കാനാമി സ്കീൻ. അപ്പം ഇതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് പറയൂ സുഹൃത്തുക്കളെ. നമ്മളെന്തെങ്കിലും പറയും ഇവർ പഠിച്ചിട്ട് വന്നിട്ട് പറയാൻ പറയും ഇവന്മാർക്ക് പോലും അറിയാ തേങ്ങയോ ഒരു തേങ്ങയോ അറിയാൻ പോലെ. എന്നിട്ട് തള്ളാൻ മാത്രം അറിയാം. എന്നിട്ട് ഈ തള്ളി അങ്ങ് മറിക്കണേ. ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് അതാണ് പറഞ്ഞത്. മക്കൾ വേറെ എല്ലായിടത്തും ചെന്ന് പറയട്ടെ. അപ്പോൾ ഇതാരും പറയരുത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ് അള്ളാഹു എന്ന്. അള്ളാഹു വെറും തള്ളാഹുമാണ്, തള്ളു ദൈവമാണ്. എല്ലായിടത്തും കയറി ഞാൻ കൊണാണ്ടറാണെന്ന് പറഞ്ഞ ദൈവമൊന്നുമല്ല. അതൊരു മാടനും മറുതയും ചാത്തനും രക്ഷസും എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ അത് പൊന്നുമക്കൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള കാക്കാന്മാരോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ആൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പൊട്ടൻ കാക്കാന്മാരെ വഴി തെറ്റിച്ചിട്ട് ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കുക. അതിനകത്ത് അരി മേടിക്കാം, ലൈക്കും കമൻറ്റും കോപ്പുമൊക്കെ മേടിക്കാം. എന്നിട്ട് ഒരു ചിരിയൊക്കെ ചിരിക്കുക. ഇങ്ങനെ ഫേക്ക് ചിരി ഉണ്ടല്ലോ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരം പറഞ്ഞിട്ട്. അത് സാധാരണ മദ്രസ പൊട്ടന്മാർ കാണിക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ കമൻറ്റിലായാലും ആൾക്കാർ വന്നിട്ട് കുരു പൊട്ടുമ്പോൾ ഇവന്മാർ വന്നിട്ട് ഇട്ടിട്ട് 2-3 ഈ മൊരി എടുത്ത് ഇടും. എന്നാൽ അത് മനസ്സിലുള്ള വിഷമം അറിയാം, വിഷമം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ അറിയാടെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നിൻ്റെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തള്ളുന്നത് തള്ളൊക്കെ അറിയാം. ഇനിയെങ്കിലും നിർത്ത് പുല്ല്. ഓക്കെ. അള്ളാഹു